പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 10-ാം തിരുവചനം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പീഡനങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ സംതൃപ്തിയോടെ പറഞ്ഞ വാക്കുകളാണ് ഇവ. ഞാൻ ഈ അവസ്ഥയിലും സന്തുഷ്ടനാണെന്ന്. അപ്പോസ്തലൻ കൂട്ടിച്ചേർത്തു, ബലഹീനൻ ആയിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ അരക്ഷിതാവസ്ഥയിലും അപ്പോസ്തലന് സംതൃപ്തിയോടെ വ്യാപരിക്കാൻ സാധിച്ചത്? സ്വയം ബലഹീനനാണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് തൻ്റെ കഴിവുകളേക്കാൾ ഉപരി ബലഹീനതകളെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിച്ചത്. കാരണം ഈശോയിലൂടെ മാത്രമാണ് തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സിയന്നായിലെ വിശുദ്ധ കാതറിൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ബലഹീനതകളിലേക്ക് നോക്കരുത്, പകരം ക്രൂശിതനായ ക്രിസ്തുവിലൂടെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയുക. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ തന്നെ വിധിയെഴുതിയ കാര്യങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. അത് ജോലി ലഭിക്കാത്ത അവസ്ഥയായിരിക്കാം, നികത്താനാവാത്ത കടബാധ്യതകളായിരിക്കാം, സുഖപ്പെടാൻ സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന രോഗങ്ങളാകാം, തിരിച്ചുപിടിക്കാൻ ആവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞ സമാധാനമായിരിക്കാം. അവയെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈശോയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കും ആത്മവിശ്വാസത്തോടെ പറയാം: ക്രിസ്തുവിലൂടെ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.